ഹായ്, ഞാൻ തീർത്ത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ലോട്ടസ് സീഡ്സ് എങ്ങനെ ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കാന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല സീഡ്സ് നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ വിത്തുകൾ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് രണ്ട് എൻഡുകളാണുള്ളത്. അതിൽ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്ന ഒരു എൻഡും പിന്നെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു എൻഡും. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ജെർമിനേഷനെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഹോളുള്ള എൻഡ് ഉണ്ടല്ലോ, ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ആ എൻഡ് നമ്മൾ സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് റബ്ബ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ടർ ലെയർ ഒന്ന് റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് ആ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ നമുക്ക് കാണുന്ന രീതിയിലാണ് നമുക്ക് ഈ സീഡ്സ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് സാൻഡ് പേപ്പറിൽ വെച്ചിട്ട് റബ്ബ് ചെയ്തെടുക്കാം. സാൻഡ് പേപ്പർ അല്ലെങ്കിൽ നമുക്ക് റഫായിട്ടുള്ള ഏതെങ്കിലും സർഫസിൽ വെച്ചിട്ട് റബ്ബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ആ ഉള്ളിലുള്ള ഒരു ലെയർ ഇങ്ങനെ ക്രീം കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ സീഡ്സ് ഒക്കെ വെള്ളത്തിലേക്ക് മുളപ്പിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൽ 5ഉം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 5ഉം മുളക്കുമായിരിക്കും. നല്ല സീഡ്സ് അല്ല എങ്കിൽ അത് വെള്ളത്തിൻ്റെ മേലേക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുളക്കാനുള്ള സാധ്യത കുറവാണ്. നോർമലി 1 വീക്കൊക്കെയാണ് ലോട്ടസ് സീഡ്സ് മുളക്കാൻ എടുക്കുന്ന ഒരു ടൈം. അപ്പോൾ നമ്മൾ ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ ഗ്ലാസ്സിലുള്ള വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു വിൻഡോ സൈഡിലോ എവിടെയെങ്കിലും ഇത് കീപ്പ് ചെയ്യുക. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്, വിത്ത് കേടുവരുന്നതൊന്നുമല്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ 5ാമത്തെ ദിവസത്തെ ഗ്രോത്ത് ആണ്. അപ്പോൾ നമ്മൾ 5 സീഡ്സ് വെച്ചാൽ ഒരു സീഡ് മാത്രമേ മുളക്കാതെ വന്നിട്ടുള്ളൂ. ബാക്കി 4ഉം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മണ്ണിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫിഷ് പോണ്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും വേണ്ടത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആണ് വേണ്ടത്. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഗ്രോത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.